ഹലോ. അങ്ങനെ സ്പ്ലെൻഡർ ഉണ്ടല്ല 25 വയസ്സായ 15 വർഷമായി കഴിഞ്ഞാൽ റിന്യൂ ചെയ്യണമല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇത് മൂന്നാമത്തെ റിന്യൂവേഷനാണ് ഇപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത്. നാളെയാണ് കൊണ്ടുപോകേണ്ടത്. അതിന് മുമ്പ് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ഇതിനെ. അപ്പോൾ നമ്മൾ റിന്യൂ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഇതിന് തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിന്യൂ ചെയ്ത് കിട്ടൂലേ, അവർ തിരിച്ചയക്കും. അപ്പം നമ്മൾ പോകുന്നതിന് മുന്നേ നന്നായിട്ട് ഇതിനൊക്കെ ചെക്ക് ചെയ്യണം. പെയിൻ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്തായാലും ഒന്ന് ഡീസൽ വാഷും കൂടി ചെയ്യണേ. ഡീസൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു തിളക്കം കിട്ടും നമ്മളെ വണ്ടിക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ പെയിന്റ് അടിക്കാൻ വേണ്ടി ഞാനിതാ നമ്മളെ മടക്കരത്ത് തന്നെയുള്ള ഈ ഒരു ചേട്ടൻ്റെ അടുത്താണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പം പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇവരെല്ലാം ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വണ്ടി വെച്ചിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരുന്നേ. വീട്ടിലെത്തുമ്പോഴേക്ക് മാസി ഇവിടെ ഒരു കാർ അൺബോക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും നിങ്ങൾക്ക് കൂടി ഇത് കാണിച്ചു തരാന്നേ. മോർഗൻ സൂപ്പറും സുബാരു ഇംബ്രസ ഈ രണ്ട് കാറാണ് ഇവൻ ഓർഡർ ചെയ്തത്. അങ്ങനെ വൈകുന്നേരം ആരാ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോയാൽ അപ്പോൾ പെയിന്റ് എല്ലാം അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്ന് പിന്നെ ഡീസൽ വാഷും പിന്നെ അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ്, ബാക്കിലത്തെ നമ്പർ പ്ലേറ്റ് ഒന്ന് ചെറുതായിട്ട് ചളുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യണം. രണ്ട് കാര്യം ഏതായാലും നാളെ രാവിലെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇതാ വണ്ടി എടുത്തിട്ട് പോവാന്നേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡീസൽ വാഷ് ചെയ്യാൻ വേണ്ടി കയറ്റിയേ. ഇന്നലെ ചെയ്യണമെന്നെല്ലാം വിചാരിച്ചതാണ്, പക്ഷെ ടൈമും കിട്ടിയില്ല. പിന്നെ അത് മാത്രമല്ല, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൊളാവും. പിന്നെ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ആദ്യം വൃത്തിയേടാവും. അപ്പോൾ ആ ഒരു നീറ്റ്നെസ് കിട്ടൂലല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ നേരെ പോയത് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാനാണ്. അങ്ങനെ അതും ചെയ്ത് നമ്മളെ SM കോളേജിൻ്റെ അടുത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റും പിന്നെ അതുപോലെ തന്നെ വണ്ടി റിന്യൂവലും അങ്ങനെ എല്ലാം ചെയ്യുന്നത് അവിടെയാണ്. അപ്പം അങ്ങനെ ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് നല്ല തിരക്കുണ്ട്. കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് നല്ല ചൂടുമാണ്, പിന്നെ പോരാത്തതിനാണ് നല്ല വെയിലും. അങ്ങനെ ഒരു 10:30 മണിയാകുമ്പോഴേക്കാണ് ഓഫീസേഴ്സൊക്കെ വന്നത്. പിന്നെ വേഗം വേഗം തന്നെ ചെക്കിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ നമ്മളെ വണ്ടി വീണ്ടും റിന്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മുന്നത്തെ പോലെ അല്ല കേട്ടാ, ഇപ്പൊ റിന്യൂ ചെയ്യാൻ വേണ്ടി ഒറ്റ ദിവസം ലേറ്റ് ആയാൽ മതി 3500 രൂപയ്ക്കാണ് ഫൈൻ വരുന്നത്. അപ്പൊ ആരുടെങ്കിലും വണ്ടി റിന്യൂ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒരു മാസം മുന്നേ അപ്ലൈ ചെയ്തോ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.